ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ റോഡപകടത്തിൽ കൊല്ലപ്പെടുന്ന രാജ്യം ഇന്ത്യയാണത്രേ. ശരാശരി പ്രതിനിമിഷം ഇന്ത്യയിലാകമാനം 20 പേരെങ്കിലും റോഡപകടത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അതായത് 3 മിനിറ്റിൽ ഒരാളെങ്കിലും. ഒരല്പം ശ്രദ്ധയുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അറിവും അത് പ്രയോഗിക്കാനുള്ള കഴിവും പരിഗണനയും പരിചരണവും സഹകരണത്തോടുകൂടി നടപ്പിലാക്കുമ്പോൾ മാത്രമേ അത്യാഹിതത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താനാവൂ. സ്റ്റെതസ്കോപ്പിൻ്റെ ഇന്നത്തെ യാത്ര അത്യാഹിത വിഭാഗത്തിലൂടെയാണ്. റോഡ് അപകടങ്ങളിൽ ലോകത്താകമാനം ഓരോ വർഷവും 10,40,000-ത്തിലധികം പേർ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. ഇന്ത്യയിലാണെങ്കിൽ അത് വളരെ വലിയൊരു കണക്കാണ്. പ്രതിവർഷം 1,30,000-ത്തോളം പേരാണ് റോഡ് അപകടത്തിൽ മരണപ്പെടുന്നത്. റോഡിൽ നടക്കുന്ന അപകടങ്ങളിൽ കാർ അപകടങ്ങൾ ഏതാണ്ട് 31% വരുമത്രേ. 22%-ത്തോളം മോട്ടോർ സൈക്കിൾ അപകടങ്ങളും 22%-ത്തോളം കാൽനട യാത്രക്കാരാണ് ഇത്തരത്തിൽ അപകടപ്പെടുന്നത്. ഈ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ അത്യാഹിത വിഭാഗത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ഇന്നിപ്പോൾ എമർജൻസി മെഡിസിനിൽ നമ്മളോട് സംസാരിക്കുന്നത് വിദഗ്ധരായ 2 ഡോക്ടേഴ്സാണ്. ഡോക്ടർ ഷാഫി ഇജാസ്, പിന്നെ ഡോക്ടർ ഷിബു വർഗീസ്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒരു റോഡ് അപകടം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ കൂടും. അവിടെ കൂടുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ആയിരിക്കാം. അവിടെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് മുതലൊന്ന് പറഞ്ഞാണ്. ഈ റോഡ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ട്രോമ പാരലൻസിൽ അതിനെ ഗോൾഡൻ അവർ എന്ന് പറയും. ഈ ആദ്യത്തെ 1 മണിക്കൂറിൽ രോഗിക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുകയും ഒരുപാട് ആൾക്കാർ പല പല കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ രോഗിക്ക് അവിടെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, നിങ്ങളെ മുന്നിലൊരു ആക്സിഡൻറ്റ് കാണുകയാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ അവിടെ ഒരു ഓർഗനൈസേഷൻ, ഒരാൾ ലീഡറായി നിൽക്കുക. ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി ഒന്ന് ലീഡ് ചെയ്യുക, മറ്റാൾക്കാരോട് മാറി നിൽക്കാൻ പറയുക. നിങ്ങൾ വികസിത രാജ്യങ്ങളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആൾക്കാരെ ഒരാൾ ലീഡ് ചെയ്ത് മറ്റൊരാൾക്കാർ മാറി നിൽക്കുക. ഇതേപോലെ മറ്റാൾക്കാർ മാറി നിൽക്കുക. പിന്നെ നിങ്ങളുടെ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലീഡ് ചെയ്യുന്ന ആളോ പറയുന്ന ആളോ അവരുടെ സേഫ്റ്റിയെക്കുറിച്ചും ചിന്തിക്കണം. അപ്പോൾ ഒരു നാഷണൽ ഹൈവേയിൽ വെച്ചിട്ടാണെങ്കിൽ ഒരാൾ ട്രാഫിക് മാറ്റി കോർഡൻ ചെയ്യാൻ വേണ്ടി അതിനായിട്ട് മാറി നിൽക്കണം, അതിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഒരാൾ ആംബുലൻസ് ടീമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്നിട്ട് ആ ഏരിയ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം ഈ കിടക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മളിപ്പം നേരെ തന്നെ സൈഡിൽ നിന്ന് കയറി ചെന്നിട്ട് ആ പേഷ്യൻറ്റിനെ നിങ്ങളുടെ പേരെന്താ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ പേഷ്യൻറ്റ് ചിലപ്പോൾ പെട്ടെന്ന് കഴുത്ത് തിരിച്ചെന്ന് വെക്കും. അത് തന്നെ അവർക്കൊരു സ്പൈനൽ കോഡ് ഡാമേജിനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോൾ അവരുടെ തലയുടെ പിന്നിൽ പോയി അവരുടെ കഴുത്ത് ആദ്യം സ്റ്റെബിലൈസ് ചെയ്യുക. നിങ്ങൾക്കതിൻ്റെ ടെക്നിക്ക് ശരിക്കും അറിയില്ലെങ്കിൽ അവരെ കഴുത്ത് അനക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പിടിച്ച് അവരാദ്യം റീഅഷ്യൂർ ചെയ്യുക. ഒന്നും സംഭവിക്കില്ല, പ്രശ്നമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതിന് ശേഷം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് സെർവൈക്കൽ കോളറൊക്കെ ധരിക്കുന്നത്. അതിനുശേഷം ചിലപ്പം ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ടാവും. ഇത് സംഭവിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഒരു സ്പൈൻ ബോർഡ് അവൈലബിൾ ആണെങ്കിൽ, ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ആംബുലൻസ് സിസ്റ്റംസിലൊക്കെ സ്പൈൻ ബോർഡ് അവൈലബിൾ ആണ്. ആ ആംബുലൻസ് വരുന്നവരെ പേഷ്യൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഫുൾ സ്പൈൻ ബോർഡിൽ കംപ്ലീറ്റ്ലി ആ പേഷ്യൻറ്റിനെ കെട്ടി അവർ മൂവ് ചെയ്യാത്ത രീതിയിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഈ തലയുടെ കഴുത്തിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയുന്നത്? മെയിൻ കാര്യമായിട്ട് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ സെർവൈക്കൽ സ്പൈൻ്റെ സെൻറ്ററാണ് നമ്മുടെ ശ്വാസം എടുക്കുന്ന റെസ്പിറേറ്ററി സെൻറ്ററെല്ലാം. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ തല അങ്ങോട്ട് അനക്കിയാൽ നമ്മുടെ സ്പൈനൽ കോഡ് ഫെർദർ ഡാമേജ് ആവും. ഫെർദർ ഡാമേജ് ആയിട്ട് വന്നാൽ ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടാവും. ഒരു കംപ്ലീറ്റ് ക്വാഡ്രിപ്ലേജിയ വരാനും സാധ്യത ഉണ്ടാവും. കൈകാല് ശക്തിയും ഒട്ടും അനക്കാൻ ഒക്കത്തില്ല. ഇത് ഫെർദർ ഡാമേജ് കോസ് ചെയ്താൽ പേഷ്യൻ്റ് പാരലിസിസ് ആയിട്ട് നമുക്ക് വരും. അതിൻ്റെ ഫെർദർ ഡാമേജും ഫെർദർ
ഇങ്ങോട്ട് വരപ്പം ട്രാൻസ്പോർട്ടേഷൻ സമയത്തിൽ അത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഇത് ഡോക്ടർ ഷാഫി പറഞ്ഞതുപോലെ കൈ വെച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പം പല ആൾക്കാർക്ക് നമ്മുടെ ഓൺ ദ ഫീൽഡ് തന്നെ ഒത്തിരി ലേഡീസ് ഉണ്ടായിരിക്കും, ദുപ്പട്ട വേണം യൂസ് ചെയ്യാം, പേപ്പറിനകത്ത് റോൾ ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ മെയിൻ ഡോക്ടർ ഷാഫി പറഞ്ഞതുപോലെ കൈ വെച്ച് സപ്പോർട്ട് ചെയ്താൽ അതായിരിക്കും നല്ലത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഫിക്സ് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം. ഈ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? ട്രാൻസ്പോർട്ടേഷനിൽ ബേസിക്കലി ഒരു ട്രോമ ടീം അല്ലെങ്കിൽ ഒരു കോമൺ ആംബുലൻസോ അല്ലെങ്കിൽ സാധാരണക്കാരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ ട്രോമയുടെ കാര്യത്തിൽ പോസിബിൾ അല്ല പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന്. അവർക്ക് ഇപ്പം ഒരു സാധാരണ ഒരു കുഴഞ്ഞു വീണ ഒരു വ്യക്തി, അവർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴ് ചില ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് AED എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ട്രോമയിൽ നമുക്ക് മെയിനായിട്ട് ഓൺ ദ സ്പോട്ട് വലിയ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കുലേഷൻ കൺട്രോൾ എന്ന് പറയും. നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ ബാൻഡേജസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങ് സർക്കുലേഷൻ ബ്ലഡ് ലോസ് സ്റ്റോപ്പ് ചെയ്യാം. രക്തം ഒരുപാട് പോകുന്നത് നഷ്ടപ്പെടുന്നത് നമുക്ക് തടയണം, കാരണം അത് മരണത്തിന് കാരണമാണ്. അതേപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കൈയോ കാലോ പൂർണ്ണമായി ഇപ്പോൾ ഒടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളും ഇപ്പോൾ നമ്മൾ പബ്ലിക്കിനോട് നിർദ്ദേശിക്കാറുണ്ട്. അതല്ലാതെ ഇപ്പം എല്ലുകൾ ഒടിഞ്ഞ് ഇരിക്കുകയാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പാർട്ട് അത്രയും വേദനയും ബ്ലീഡിങ്ങും രണ്ടും നിർത്താൻ വേണ്ടിയിട്ട് ആ പാർട്ടിനെ സ്പ്ലിൻറ്റ് ചെയ്യുക എന്ന് പറയും. സ്പ്ലിൻറ്റിങ് നിങ്ങളുടെ സ്പ്ലിൻറ്റിങ്ങിനുള്ള തോമസ് സ്പ്ലിൻറ്റോ മറ്റ് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണ മരക്കഷ്ണമോ എന്തെങ്കിലും വെച്ചിട്ട് ആ പാർട്ട് ഇമ്മൊബിലൈസ് ചെയ്യാം. അത് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. രണ്ടാമത്തേത്, ഈ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്ന വ്യക്തി വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ടാവും. ആ വേദനയ്ക്കും ഒരു പരിധി വരെ അതൊരു സമാധാനമാണ്. അതായത് നമ്മുടെ ഈ പൊട്ടിയ എല്ല് അടക്കമുള്ള ശരീരഭാഗങ്ങൾ പിന്നീട് അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുൻവശവും പിൻവശവും എന്തെങ്കിലും ഒരു ബലമുള്ള ഒരു വടിയോ അതല്ലെങ്കിൽ സ്പ്ലിൻറ്റോ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് വെക്കാം. അത് ശരീരത്തിന് ഏത് ഭാഗത്തും ഏത് ലോങ് ബോൺസിലും ചെയ്യാം. ഇപ്പം ഈ കണ്ടീഷനിൽ നമ്മളിപ്പോൾ കണ്ട രോഗിയുടെ അവസ്ഥയിൽ ഒരു കൈ അറ്റുപോയ നിലയിലാണ് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ അറ്റുപോയ കൈ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒന്ന് പറയാനുള്ളത്. യെസ്, നിങ്ങൾ ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻറ്റ് വരുമ്പോൾ ഇപ്പോൾ ഒരു കൈ അറ്റുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വിരലിനൊരു ഫ്രാക്ചറോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ജനങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ആ ഒരു ലിംബിൻ്റെ മുകളിലായിരിക്കും, ആ ഒരു അറ്റുപോയ ഭാഗം അല്ലെങ്കിൽ ചതഞ്ഞ ഒരു വിരലിൻ്റെ മുകളിലായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ട്രോമയെ സംബന്ധിച്ച് ട്രോമ ഡോക്ടേഴ്സ് പറയുന്നത് അതൊരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും ഒരു ചതഞ്ഞുപോയ വിരളോ അല്ലെങ്കിൽ ഒരു അറ്റുപോയ കൈയോ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ മരണത്തിന് കാരണമാവില്ല. അവർക്ക് മേജറായിട്ടുള്ള ഇഞ്ചറീസ് അകത്ത് ചിലപ്പോൾ ഉണ്ടാവാം. അത് മിക്കവാറും അൺഡിറ്റക്റ്റഡ് ആവാം. ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ പറഞ്ഞ നമ്മളെ ഫസ്റ്റ് ഇപ്പം ATLS എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൽ നമ്മൾ പറയുന്നത് എയർവേ വിത്ത് സി സ്പൈൻ കൺട്രോൾ. ആദ്യം ഇയാളുടെ എയർവേ, അതായത് ഇയാൾക്ക് ശ്വാസം എടുക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നോക്കുക. അതിനെ ഉടനെ തന്നെ മാനേജ് ചെയ്യുക. ചെയ്യാൻ പറ്റും ചെയ്തു. ഈ കാലൊന്ന് മുന്നിക്ക്, ഈ ഇടത് കാലൊന്ന് മുന്നിക്ക്. ഓക്കെ. അതിനോടൊപ്പം തന്നെ കഴുത്തിനെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാം. കാരണം എയർവേ പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമ്മൾ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ആള് ഇത് കാരണം കൊണ്ട് മാത്രം മരണപ്പെട്ടേക്കാം. എയർവേ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ ബ്രീത്തിങ്ങിലേക്ക് പോകും. ട്രോമ ഡോക്ടേഴ്സ് എപ്പോഴും നെക്സ്റ്റ് ബ്രീത്തിങ് ഓക്കെ ആണോ നോക്കും. ചിലപ്പോൾ വലിയൊരു ഇപ്പം നമ്മൾ മെഡിക്കൽ പറയുന്ന ന്യൂമോതൊറാക്സ് എന്നൊക്കെ പറയും, ദ്വാരം വീണ് അത് പൊട്ടും. എക്സാക്ട്ലി. ഈ സംഭവങ്ങളൊന്നും പുറത്ത് കാണില്ല. ഈ സംഭവങ്ങളൊക്കെ അകത്ത് ഇയാളുടെ ജീവൻ ഓരോ നിമിഷവും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇത് കാരണം ആൾ മരിക്കും. അപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യുക. ഇവിടെ ന്യൂമോതൊറാക്സ് ഉണ്ടെങ്കിൽ അത് ഡീകംപ്രസ് ചെയ്യുക. പിന്നെ ഉള്ളത് മേജർ സർക്കുലേഷനാണ്. സർക്കുലേഷനിലാണ് നമ്മൾ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് വളരെയധികം വറീഡ് ആയിട്ടുള്ളത്. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൽ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കി നമ്മൾ ഫാസ്റ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് ഒരു പരിധി വരെ നമ്മൾ നോക്കും. പക്ഷേ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്നാലും ഒക്കൾട്ടായിട്ട് അതിനകത്തേക്ക് കിടക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിന് IV കാനുലേറ്റ് ഫ്ലൂയിഡ്സ് റഷ് ചെയ്യുക, അവർക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യുക എന്ന കാര്യങ്ങൾ ശേഷം ഓബ്വിയസ് ആയിട്ട് ബ്ലീഡിങ് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു അറ്റുപോയ കൈ, ആ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം ഒലിച്ചു പോകുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രഷർ ബാൻഡേജ് മാത്രം അപ്ലൈ ചെയ്യുക. ഈ പ്രഷർ ബാൻഡേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെറും സാങ്കേതികമായ ഒരു കാര്യമായിട്ട് ആളുകൾക്ക് തോന്നിയേക്കാം, പക്ഷേ അത് ലളിതമായ ഒരു കാര്യം കൂടിയാണ്. അതൊന്ന് പറഞ്ഞു കൊടുക്കാം.
ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒബ്വിയസ് ആയിട്ടുള്ള ബ്ലീഡിങ്, ഒരുപാട് രക്തം ഒലിച്ചു പോകുന്നു, അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞ പോലെ എ വിൽ കിൽ ബിഫോർ ബി വിൽ കിൽ ബിഫോർ സി എന്നാണ്. അപ്പോൾ എ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു, ബി ഓക്കെ ആണ്, പിന്നെ നെക്സ്റ്റ് ലൈഫ് ത്രെറ്റ് സി ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ലാർജ് പാഡ്സോ റോളർ ഗോസോ വെച്ചിട്ട് അതിനെ നല്ലവണ്ണം കെട്ടി ആ ലിംബ് ചിലപ്പോൾ എലിവേറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ ബ്ലീഡിങ്ങിനെ കൈ പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പിങ് നിർത്തും. അത് അവർക്ക് കൊണ്ടുവരുന്ന സമയത്തും അത് ചെയ്യാം. അത് ഓൺ ദ സ്പോട്ട് വെച്ചിട്ട് തന്നെ നല്ലോണം കംപ്രസ് ചെയ്ത് കൈ പൊന്തി വെച്ചിട്ടൊക്കെ പേഷ്യൻ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഹോസ്പിറ്റലിൽ നിന്നുള്ള മാനേജ്മെൻ്റ് ആണ്. ബ്ലഡ് കൊടുക്കുക, ഫ്ലൂയിഡ് കൊടുക്കുക എന്നുള്ളത്. അത്യാഹിത വിഭാഗത്തിൻ്റെ അനുബന്ധമായി നിരവധി സ്പെഷ്യാലിറ്റികളുണ്ട്. ഈ ആശുപത്രിയിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ അത്യാഹിത വിഭാഗത്തിൻ്റെ അനുബന്ധ വിഭാഗമായ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും പ്ലാസ്റ്റിക് സർജറി വിഭാഗങ്ങളിലേക്കും നമുക്ക് കാഴ്ചകളുമായി യാത്ര ചെയ്യാം.